മുനമ്പത്തെ ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണ് എങ്കിൽ അത് വഖഫ് ഭൂമി ആകില്ല എന്ന് വഖഫ് ട്രിബ്യൂണൽ. മഹാരാജാവ് ഭൂമി സിദ്ദിഖ് സേട്ടിന് നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. മുനമ്പത്തെ ഭൂമി ഇഷ്ടദാനം കിട്ടിയത് എന്ന നിലപാട് ട്രിബ്യൂണൽ സിറ്റിംഗിൽ ഫാറൂഖ് കോളേജ് ആവർത്തിക്കുകയും ചെയ്തു. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരുന്നതിനെ ഫാറൂഖ് കോളേജ് എതിർത്തു. മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്ന് സേഠ് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇതുവരെ പറയാത്ത വാദം ആണ് ഫാറൂഖ് കോളേജ് ഇന്ന് ഉന്നയിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതിന് 100% ഉറപ്പാണ്. 1952 ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഭൂമി ഞങ്ങൾ ടൈറ്റിൽ ഡീഡോട് കൂടി ഞങ്ങൾ ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഭൂമിയാണ്. അത് ഞങ്ങൾക്ക് പ്രയർ ടൈറ്റിൽ ഡീഡുണ്ട്, അതായത് മുന്നാധാരമുണ്ട്, ആധാരമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ ഫറൂഖ് കോളേജ് ഈ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫറൂഖ് കോളേജിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഭൂമി വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നാണ്. ഫറൂഖ് കോളേജിന് തന്നെ കേസില്ല. ഞങ്ങൾ ഇതിന്റെ സത്താർ സേട്ടോ സിദ്ദിഖ് സേട്ടോ അവരുടെ പിൻഗാമികളോ ഇതിന്റെ ഉടമസ്ഥരാണ് അല്ലെങ്കിൽ ഉടമസ്ഥരല്ല എന്ന കേസ് ഫറൂഖ് കോളേജിനില്ല. പക്ഷേ ഇന്ന് ഫറൂഖ് കോളേജിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവരുടെ ഉടമസ്ഥൻ തന്നെ ചോദ്യം ചെയ്യുക എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കേസ് നിലവിൽ ഒരു കോടതിക്ക് മുമ്പിലില്ല. നോർത്ത് പറവൂർ സബ് കോർട്ട് ഞങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥർ, ഞങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ഡീഡ് കിട്ടിയതാണ് എന്ന് ഡിക്ലെയർ ചെയ്ത ഉത്തരവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് മുന്നാധാരങ്ങളുണ്ട്, ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് കോടതി ഒരു ഉത്തരവൊന്നുമല്ല, കോടതി ഒരു നിർദ്ദേശം വാക്കാൽ പരാമർശിച്ചതാണ്. 1902 ഏത് തരത്തിലുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഏതാണ്, അതുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഈ കേസ് തീർപ്പാക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു വെച്ചതാണ്. അല്ലാതെ ഒരു ഉത്തരവൊന്നും കോടതിയുടെ ഇല്ല. മുനമ്പത്തെ ഭൂമി വഖഫാണോ വഖഫ് അല്ലേ എന്നുള്ള കേസാണ് നിലവിലുള്ളത്. പക്ഷെ അതിനെ ഇത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ചിലപ്പോ എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ചില താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഫറൂഖ് കോളേജിന്റെ ഈ സ്റ്റാൻഡ് സംശയിക്കപ്പെടേണ്ടതാണ്. 1952 ഈ ഡോക്യുമെന്റ് വെച്ച് നമ്മൾ ഫറൂഖ് കോളേജിന് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. ഫറൂഖ് കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മിസ്ലാച്ചാണ്, മിസ്റ്റേക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടാകുന്നത്. അവർക്കിപ്പോൾ അത് എങ്ങനെ രീതിയിലും കൈ കഴുകിയാൽ മാത്രമാണ് ഈ പറയുന്ന വഖഫ് ഭൂമി അല്ല എന്ന് ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് ഫറൂഖ് കോളേജ് വഖഫ് ഭൂമി കൈമാറ്റം ചെയ്തു എന്നുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാവുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ നടക്കുന്നതല്ല. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളാണ് ഇതിന്റെ പൊസഷൻ ഓണർഷിപ്പ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത്. ഞാനതാണ് കോടതി പറഞ്ഞത്. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അതിന്റെ ബർഡൻ ആരാണോ കോടതിയെ സമീപിച്ചത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഡോക്യുമെന്റ് ഹാജരാക്കുക എന്നുള്ളത്. യെസ്, ഇപ്പോൾ ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, മുനമ്പത്തെ ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണെങ്കിൽ അത് വഖഫ് ഭൂമി ആകില്ല എന്ന് വഖഫ് ട്രിബ്യൂണൽ വാക്കാൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഡീലുകൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോക്യുമെന്റുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യുക എന്നത് ഇരുവിഭാഗങ്ങൾക്കും ശ്രമകരമായിരിക്കും. പക്ഷേ സിദ്ദിഖ് സേട്ടിന് ഈ ഭൂമി നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളും അതിൻ്റെ പിന്തുടർച്ച അവകാശികൾ എന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നവരുമൊക്കെ അവർക്ക് അവരുടെ രേഖകൾ ഉണ്ട് എന്ന വാദത്തിലാണ് നിൽക്കുന്നത്. ഇനി ഈ രേഖകൾ സമർപ്പിക്കാൻ ഫറൂഖ് കോളേജിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് അത്തരത്തിൽ ഒരു രേഖ അല്ലെങ്കിൽ വിവരങ്ങൾ ഫറൂഖ് കോളേജിന് ട്രിബ്യൂണലിന് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കുക? അഭിലാഷ്, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം അത് ഇപ്പോൾ രേഖകൾ കിട്ടിയാൽ, നേരത്തെ സത്താർ സേട്ടിൻ്റെ അടക്കമുള്ള ഈ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ രേഖകൾ കിട്ടിയാൽ അത് എളുപ്പത്തിൽ അതിനൊരു തീരുമാനമാകുമല്ലോ എന്ന ഉദ്ദേശമാണ് ട്രിബ്യൂണലിനുള്ളത്. അതുകൊണ്ടാണ് ഈ രേഖകൾ ചോദിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള രേഖകളാണ്. 1902 ഈ ഭൂമി കൈമാറ്റം, അതായത് ഇഷ്ടദാനമായി സത്താർ സേട്ടിൽ നൽകിയതെന്ന് പറയുന്നത്. ഗുജറാത്തുകാരനായി സത്താർ സേട്ട് ഇവിടേക്ക് വരുന്നു, ഈ കൃഷി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലത്തിന് സമീപിക്കുന്നു. അന്നത്തെ മഹാരാജാവ് ഇത് ഭൂമി ഇഷ്ടദാനമായിട്ട് കൈമാറിയെന്നു പറയുന്നത് 1902. ഇതിനുശേഷം പിന്നീട് വരുമ്പോഴാണ് 1948 സത്താർ സേട്ടിൻ്റെ മകന് സിദ്ദിഖ് സേട്ടിലേക്ക് ഈ ഭൂമി കൈമാറ്റം ചെയ്ത് നൽകുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം 1952 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇതിൻ്റെ നടപടിക്രമങ്ങളടക്കം പൂർത്തിയായതായി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങുന്ന ഒരുപക്ഷെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് 1952 ഇത് രജിസ്ട്രേഷൻ സംബന്ധിയായ കാര്യങ്ങൾ തൊട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രിബ്യൂണൽ ചോദിച്ചിരിക്കുന്നത് അതിന് മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക എന്നൊരു
നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് എത്ര കണ്ടാണ് അത് അത്തരം രേഖകളിലേക്ക് പോകാൻ കഴിയുക എന്നത് ഒരു ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ സിദ്ദിഖ് സേഠിൻ്റെ കുടുംബം പറയുന്നു, തങ്ങളല്ല കോടതിയെ സമീപിച്ചത്, ഈ രേഖകളുമായി എത്തേണ്ട ഒരു കാര്യങ്ങൾ ഇത് കോടതിയെ സമീപിച്ചവർക്ക് തന്നെയാണ് അത്തരം രേഖകൾ കൊടുക്കേണ്ടത്. തങ്ങളുടെ കൈവശം ഈ 52 ഈ 48 മുതൽ 52 വരെയൊക്കെയുള്ള ഈ ഒരു കൈമാറ്റത്തിൻ്റെതായ പ്രോസസ്സ് നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള എല്ലാവിധ രേഖകളും തങ്ങൾക്ക് കൈവശമുണ്ട് എന്ന് തന്നെ അവർ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് വഖഫ് ഭൂമി തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ വാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവർക്ക് തലയൂരാൻ വേണ്ടി മാത്രമാണ് എന്ന് ഈ കുടുംബത്തിൻ്റെ സിദ്ദിഖ് സേഠിൻ്റെ കുടുംബത്തിലെ അഭിഭാഷകൻ പറയുന്നു. കുടുംബത്തിൻ്റെ വാദവും അതുതന്നെയാണ്, ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ന് ട്രിബ്യൂണലിൽ വഖഫ് ഭൂമി സംരക്ഷണ സമിതി അവരിൽ കക്ഷി ചേരാനായിട്ട് ഫറൂഖ് കോളേജ് അവർ കക്ഷി ചേരുന്നതിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് ജനുവരി 25-നാണ് ഇതിൻ്റെ കേസിൻ്റെ ഈ അടുത്ത സിറ്റിംഗ് നടക്കുന്നത്. നേരത്തെ കോഴിക്കോടായിരുന്നു സിറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത സിറ്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ കൊച്ചി തന്നെ ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ. എന്തായാലും അന്ന് ഹാജരാകുമ്പോൾ എന്താണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നത് സംബന്ധിയായ കൃത്യമായ രേഖകൾ ഹാജരാക്കാനായിട്ട് സാധിക്കേണ്ടി വരും. അതോടൊപ്പം ഇന്ന് ട്രിബ്യൂണൽ ചോദിച്ചൊരു കാര്യം, ഈ സിദ്ദിഖ് സേഠിന് ഇത് പാട്ട വ്യവസ്ഥയിലാണ് കൈമാറിയതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു വാദം തന്നെ നിലനിൽക്കില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. കാരണം ഇതൊരു വഖഫ് എന്നൊരു ആശയത്തിലേക്ക് തന്നെ വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ രേഖകൾ വേണം. ഏത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വേണം, ആധികാരികമായ രേഖകൾ വേണം. പ്രത്യേകിച്ച് ഇത് രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഒരു കൈമാറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വ്യവസ്ഥാപിതമായ കൃത്യമായ അതിന്റെ രേഖകളടക്കം ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1902 ഡാനി, ഇതിലിപ്പോൾ മറ്റൊരു വാദം ഉന്നയിക്കപ്പെടുന്നത് ഇതിനു മുമ്പ് ഫാറൂഖ് കോളേജ് ഉന്നയിച്ചിരുന്ന വാദങ്ങളല്ല ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചർച്ചകളടക്കം നടക്കുമ്പോൾ നിയമവിദഗ്ധർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ ഫറൂഖ് കോളേജിന് അടക്കം ഭൂമി കൈമാറുമ്പോൾ അതിന് ചില ഉപാധികൾ ഉണ്ട്. വഖഫായി നൽകുന്ന ഭൂമിക്ക് ഉപാധികൾ വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉപാധികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് വഖഫായി കണക്കാക്കാൻ പറ്റില്ല എന്ന് നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഫറൂഖ് കോളേജ് അടക്കം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുകയാണോ ചെയ്യുന്നത്? ഫറൂഖ് കോളേജ് കൃത്യമായിട്ട് പറയുന്നത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ക്രയവിക്രയത്തിലേക്ക് അവർക്ക് പോകാൻ അതിനുള്ളൊരു സമ്പൂർണ്ണമായ ഒരു അധികാരം കാര്യങ്ങളുമെല്ലാം തന്നെ അവരിലേക്ക് വരുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ തുടക്കത്തിലെടുത്ത ആ നിലപാടിൽ തന്നെയാണ് അവർ നിലകൊള്ളുകയും ചെയ്യുന്നത്. ഇതിൽ തുടക്കത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉന്നയിച്ചിരുന്നൊരു വാദമുഖമുണ്ട്. ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഇത് വഖഫിൻ്റേതാണെങ്കിൽ അതൊരിക്കലും ക്രയവിക്രയം ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇത് കൈമാറുന്നത് വഖഫ് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേക ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒരു കോളേജ് ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപനത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് അത് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നീട് അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കോളേജിൻ്റെ മറ്റേതെങ്കിലുമായ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അതിനനുസൃതമായ വഖഫിനനുസൃതമായ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാത്രമേ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഫറൂഖ് കോളേജ് ഖണ്ഡിക്കുകയും ചെയ്യുന്നത്. കാരണം ഇത് വഖഫ് ഭൂമി അല്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ സമർത്ഥിക്കുന്നത്. നേരത്തെയും അവർ ആ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. ഇത് ഭൂമി വഖഫിൻ്റേത് അല്ല, ആ രീതിയിലുള്ളൊരു ഭൂമി അല്ല എന്ന് തന്നെ അവർ ആവർത്തിച്ച് അത് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ സത്താർ സേഠിൻ്റെ കുടുംബം, അതായത് ഇപ്പോൾ ഉള്ള സിദ്ദിഖ് സേഠിൻ്റെ കുടുംബം അടക്കം അതിനെ എതിർക്കുന്നത്. ഇവർ ഈ ഒരു വാദം ഉന്നയിക്കുന്നത് അവർ ഈ വിഷയങ്ങളിൽ നിന്ന് തലയുരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇത് വഖഫിൻ്റേത് തന്നെയാണ്, കൃത്യമായ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇനി രേഖകൾ ഹാജരാക്കുമ്പോൾ തങ്ങൾക്കത് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. എന്തായാലും സിറ്റിംഗ് നടപടികൾ ഇപ്പോൾ അത് ഒരു ഘട്ടത്തിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരർത്ഥത്തിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ 25-ലേക്ക് വരുമ്പോൾ ഈ രേഖകളടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. ജനുവരി 25-നാണ്. അപ്പോൾ ആ രേഖകളിൽ എത്രമാത്രം ആധികാരികമായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സ്ഥാപിച്ചു പോകാൻ കഴിയും, അത് ആർക്കായിരിക്കും അത്തരം കാര്യങ്ങളിൽ അവർ ഉന്നയിക്കുന്ന വാദങ്ങളിൽ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുക?
ട്രിബ്യൂണലിന് മുന്നിൽ അത് തെളിയിക്കാൻ സാധിക്കുക എന്നതാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ജനുവരി 25-ന് ഇന്ന് മാത്രം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണലിന് മുൻപാകെ എത്തും എന്നതാണ് ഇനി കാണേണ്ടത്. യെസ്, എന്തായാലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം അത് വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ട്. മുനമ്പത്ത് സമരസമിതിയുടെ പ്രതിഷേധം നിരവധി ആളുകളുടെ ജീവൽ പ്രശ്നമാണ്. പതിറ്റാണ്ടുകളായി ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഭൂമിയിന്മേൽ ആണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇതിൽ ഒരു തരത്തിലും ഈ പ്രദേശവാസികൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉറപ്പു നൽകുന്നത്. പക്ഷേ നിയമപരമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ വിഷയത്തിൽ പ്രസക്തമാകുന്നത് എന്ന് നിയമരംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം വാദപ്രതിവാദങ്ങൾ ഇമ്പോർട്ടൻ്റായി മാറുന്നത്.